നല്ല വെയിലിൽ ഈ മൂടി പുതച്ച് പോകുന്ന വേറെ ഒരിടത്തുമല്ല, നമ്മൾ കുറച്ച് ചില്ല് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പിള്ളേരുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിയാറായി. അതുപോലെ തന്നെ ലീവിന് വന്നവരൊക്കെ തിരിച്ച് പോവാറായി. അപ്പോൾ അതിന് മുന്നേ കസിൻസ് എല്ലാവരും കൂടി ഒരു ദിവസം നമ്മൾ മാത്രമായിട്ട് ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പോവാറുള്ള ഒരു ഹോം സ്റ്റേ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചും പൂളും ഒക്കെയുള്ളൊരു സ്ഥലമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മളൊരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. നമുക്കൊരു ഫുൾ വീടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സാമ്രാജ്യമായിരുന്നു. പിന്നെ ഇവിടെയുള്ള എനിക്കൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി സെക്യൂരിറ്റി കുറവ് പോലെ തോന്നി. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ മതിലുകളൊക്കെ കുഞ്ഞായിട്ടാണ് അവർ ചെയ്തിരിക്കുകയെന്ന് തോന്നി. കുറച്ചും കൂടി വലുപ്പത്തിൽ ചെയ്യാം, കാരണം ബീച്ച് സൈഡല്ലേ. അപ്പം നമുക്ക് കുറച്ച് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നല്ലതായിരിക്കും. നമ്മൾ വന്നവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെക്കാനുള്ള എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. പെൺപിള്ളേരെല്ലാവരും കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സൈഡായിട്ടോ. പയ്യന്മാരെല്ലാവരും കൂടെയാണ് എല്ലാം സെറ്റ് ചെയ്തത് കേട്ടോ. അവന്മാർ പിന്നെ ഏറ്റെടുത്തു ഫുള്ള്. പിള്ളേർ ഫുഡൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് നമുക്ക് തന്നോളും കേട്ടോ. കടലും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്തുള്ള പള്ളിയിൽ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടത്. എനിക്ക് ഈ പ്രാർത്ഥന കേൾക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നതാണ്. നമുക്ക് ഈ കളികളൊന്നും നമുക്ക് അറിഞ്ഞിടാത്തതുകൊണ്ട് ആ വഴി പോയില്ല. പിന്നെ എല്ലാവരും കൂടി സെറ്റായി ബീച്ചിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാനിത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നല്ല റേറ്റ് കുറവാണ്, ഒരു 300-ന് താഴെ ഉള്ളൂ. ക്വാളിറ്റിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, അത്ര പക്കയായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ കണ്ട് കാണും അതൊക്കെ. പിന്നെ നമ്മൾ ഒരുപാട് സമയം ബീച്ചിലുണ്ടായിരുന്നു. ബീച്ചിൽ കുളിച്ച് മറിഞ്ഞു പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ 30 പേര് അടുപ്പിച്ചുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നമ്മുടെ കസിൻസും പിള്ളേരും ഒക്കെ തന്നെ ആയിരുന്നു. പിന്നെ ബീച്ചിലെ കുളിയെ കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിലോട്ട് പോയി കേട്ടോ. അടുത്ത് റൂമിലോട്ട് പോയതും പൊളിച്ചാടിയതും എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ ദിവസം. ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.